നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി JS സിദ്ധാർത്ഥൻ്റെ ദുരൂഹ മരണത്തെ തുടർന്ന് സസ്പെൻഷനിലായ 33 വിദ്യാർത്ഥികളെ തിരിച്ചെടുത്ത വൈസ് ചാൻസലർ. നടപടി പിൻവലിക്കാൻ ചാൻസലർ കൂടിയായ ഗവർണർ VC-യോട് ആവശ്യപ്പെട്ടു. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വൈസ് ചാൻസലർ ഡോക്ടർ PC ശശീന്ദ്രൻ ഗവർണർക്ക് രാജിക്കത്ത് നൽകി. VC നിയമോപദേശം തേടാതെ ധൃതി പിടിച്ച് സസ്പെൻഷൻ പിൻവലിച്ചത് സർവകലാശാലയിലെ ഉന്നതരിൽ ഒരാളുടെ സ്വന്തക്കാരെ സംരക്ഷിക്കാനാണെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ആൻറ്റി റാഗിംഗ് കമ്മിറ്റി അന്തിമ റിപ്പോർട്ട് നൽകുന്നതിന് മുമ്പ് സർവകലാശാല നൽകിയ ശിക്ഷാ ഇളവ് നിലവിൽ റിമാൻഡിലുള്ള പ്രതികൾക്ക് സഹായകരമാവില്ലേ? അതായത് അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കം സജീവമാണെന്ന് സാരം. അന്വേഷണം CBIക്ക് വിട്ടുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയിട്ടും സർക്കാർ തുടർ നടപടികൾ ത്വരിതപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ്? CBI അന്വേഷണം പ്രഖ്യാപിച്ചത് കണ്ണിൽ പൊടിയിടാനോ? നമുക്ക് പരിശോധിക്കാം. സിദ്ധാർത്ഥൻ്റെ അച്ഛൻ ശ്രീ ജയപ്രകാശ് ഞങ്ങളോടൊപ്പം തത്സമയം ചേരുന്നു. മറ്റ് അതിഥികളായി BJP വക്താവ് ശ്രീ യുവരാജ് ഗോകുലും ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കറും ഉണ്ട്. ഞാൻ ഈ സംവാദം ശ്രീ ജയപ്രകാശിൽ നിന്ന് ആരംഭിക്കുകയാണ്. ശ്രീ ജയപ്രകാശ്, നിയമോപദേശം തേടാതെ വൈസ് ചാൻസലർ സസ്പെൻഷൻ റദ്ദാക്കിയത് രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്നാവില്ലേ? ഹോസ്റ്റലിൽ ഒരു രാത്രി മാത്രമുണ്ടായിരുന്ന 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികളെയാണ് തിരിച്ചെടുത്തതെന്നും അവർ സംഭവത്തെപ്പറ്റി അജ്ഞരാണെന്നുമാണ് മുൻ VC-യുടെ വാദം. മുൻ VC എന്ന് ഞാൻ പറയുന്നത് അദ്ദേഹം അല്പ മണിക്കൂറുകൾക്ക് മുമ്പ് രാജിവെച്ചിട്ടുണ്ട്. സസ്പെൻഷൻ ഉത്തരവ് ഈ 33 വിദ്യാർത്ഥികൾക്ക് കിട്ടാത്തത് കൊണ്ടാണ് നിയമോപദേശം തേടാതെ നടപടി പിൻവലിച്ചതെന്ന് VC പറയുന്നു. ഈ 33 പേരിൽ 2 സീനിയർ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടതായി അറിയില്ലെന്നാണ് VC സാക്ഷ്യപ്പെടുത്തുന്നത്. എന്തായാലും ഡോക്ടർ ശശീന്ദ്രൻ ഇപ്പോൾ ആ സ്ഥാനത്തില്ല. എന്തൊക്കെയോ വശപ്പിശകുകളുണ്ട്. ആരുടെ ചട്ടുകമായിട്ടാവും ഡോക്ടർ ശശീന്ദ്രൻ പ്രവർത്തിച്ചത്? ജയപ്രകാശ്. അത് വളരെ വ്യക്തമല്ലേ. അതിപ്പം എന്താ, ഒരു കേരളത്തിലുള്ള ഏതൊരു ഈ ഒരു സാഹചര്യത്തിൽ ഏത് കൊച്ചുകുട്ടികളുടെ ചോദിച്ചാലും അറിയാം ആരുടെ പ്രേരണയിലാണെന്നുള്ളത്. VC അങ്ങനെ ഒരു കാരണം ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് ഈ സസ്പെൻഷനിലായ ഈ കൊടും കുറ്റവാളികളെ എന്തുകൊണ്ട് തിരിച്ചെടുത്തു എന്നുള്ളത് വളരെ വ്യക്തമാണ്. രാഷ്ട്രീയ സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ ആരാണ് ഭരിക്കുന്നത് അവരുടെ സമ്മർദ്ദം തന്നെയാണ്. അല്ലാതെ VC എന്ന് പറഞ്ഞാൽ VC-യുടെ വീട്ടിലെ ആൾക്കാരല്ലല്ലോ, കുട്ടികളൊന്നും അല്ലല്ലോ ഇത് അങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് 33 എടുക്കാനായിട്ട്. VC-ക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളത് ആർക്കാണ്? ആവശ്യമുള്ളത് ഇത് ചെയ്ത ആരാണ്? SFI എന്നുള്ള ഭീകര സംഘടനയുടെ ഭരണകർത്താക്കൾ. അവർക്കാണ് ഇതിൻ്റെ ആവശ്യം. പെട്ടെന്ന് പിൻവലിച്ചിട്ട് ഈ പിൻവലിക്കുന്നതോടുകൂടി ബാക്കി ഈ ജയിലിൽ കിടക്കുന്ന അവർക്കും വളരെ ഉപകാരമാവും ഈ ഒരു പിൻവലനം. കഴിഞ്ഞാൽ അവർക്കും ന്യായമായിട്ട് അവർക്കും കോടതിയിലോട്ട് പോവാം. എന്തുകൊണ്ട് നമ്മളായിട്ടേക്കുന്നു, നമ്മൾ ഒരു നിരപരാധിയാണ്. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ശരിക്കും ഈ ഒരു ചലനം ഇപ്പോൾ ഉണ്ടായത്. അപ്പോൾ ഇവർക്ക് ഇത് സസ്പെൻഷൻ കിട്ടുമ്പോഴേ എല്ലാവർക്കും പോവാം, എനിക്കും വേണം, എന്നെ എന്തിനും ജയിലിട്ടേക്കുന്നു. ഇവർ വിചാരിച്ച് ഈ സസ്പെൻഷൻ പിൻവലിക്കുമ്പോഴേ ബാക്കിയുള്ളവരെല്ലാവരും, അല്ലെങ്കിൽ ഞാൻ ഉള്ള ആൾക്കാരിങ്ങനെ വെറുതെ ഇത് നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് അവർക്ക് തെറ്റിപ്പോയി. കാരണം വെച്ചാൽ അവർ രാഷ്ട്രീയക്കാരെ അവർ സംരക്ഷിക്കട്ടെ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിച്ചോട്ടെ, എനിക്കതിന് യാതൊരു വിരോധമില്ല, അതെന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല. പക്ഷേ ഈ ഒരു കേസിൽ അവർ ഏത് രാഷ്ട്രീയം കളിച്ചു കഴിഞ്ഞാലും അതിൽ ഞാൻ ഇടപെടുക ചെയ്യും. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നിടത്തോളം ഞാൻ അതിൽ ഇടപെടും. എനിക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല. കാരണം ഈ പാർട്ടിക്കാരെ അല്ലെങ്കിൽ ഈ ആൾക്കാരെ എല്ലാം രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം അല്ല ചുമതല ഉണ്ട് ഈ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ ഭരണകർത്താക്കൾക്ക്. അവരാണല്ലോ കുട്ടി സഹാക്കളാണല്ലോ ഇത്രയും വലിയ ക്രൂരകൃത്യം ചെയ്തത്. അവരാ ഭീകര സംഘടനയാണല്ലോ ചെയ്തത്. അതുകൊണ്ട് അവരെ രക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അവരത് ചെയ്തു. അത് അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തു. ശരി, രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യും. എന്നാണ് എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മകന് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് ഫൈറ്റ് ചെയ്യും.
അവരവിടെ കിടന്ന് അവരെ കുട്ടി സഖാക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ചെയ്യും. പിന്നെ ഈ 1-ാം വർഷ വിദ്യാർത്ഥികളാണെന്ന് ഇപ്പോൾ താങ്കൾ പറഞ്ഞു. 1-ാം വർഷ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തത് എന്തിനാണെന്ന് അതാണ് ഞാൻ ചോദിക്കുന്നത്. 1-ാം വർഷ വിദ്യാർത്ഥികൾ എന്തിനാ ഹോസ്റ്റലിൽ പോയി? അത് ഇതുവരെയ്ക്കും അവർ ചോദിക്കുന്നില്ലല്ലോ. അതിന് VC മറുപടി തന്നല്ലേ പറ്റുള്ളൂ. VC ഇപ്പോൾ രാജിവെച്ചാലും ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് VCക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. 1-ാം വർഷ വിദ്യാർത്ഥികൾക്ക് അവിടുത്തെ ഹോസ്റ്റലിൽ പ്രവേശിക്കാൻ അനുവാദമില്ല. അത് എനിക്ക് കിട്ടിയ പുതിയ അറിവല്ല. ഈ 1-1.5 വർഷമായിട്ട് എൻ്റെ മകൻ അവിടെ പഠിക്കുകയാണ്. അവനിൽ നിന്ന് കിട്ടിയ അറിവാണ്, വ്യക്തമായി കിട്ടിയ അറിവാണ്. അവനിൽ നിന്ന് മാത്രമല്ല, അവൻ്റെ കൂട്ടുകാരിൽ നിന്നും. 1-ാം വർഷ വിദ്യാർത്ഥികൾക്ക് അവിടുത്തെ ഹോസ്റ്റലിൽ കയറാനുള്ള പ്രവേശനമില്ല. അവർക്ക് 20 കിലോമീറ്റർ അപ്പുറത്ത് കൽപ്പറ്റയില്ല. അവരെന്തുകൊണ്ട് ഈ ഹോസ്റ്റലിൽ പോയി? അവനെ കൊല്ലുന്ന ദിവസം 18-ാം തീയതി അല്ലെങ്കിൽ 17-ാം തീയതി ദിവസങ്ങളിൽ 1-ാം വർഷ വിദ്യാർത്ഥികൾ എന്തിനു അവിടെ പോയി? ആര് അനുവാദം കൊടുത്തു? ഡീനിൻ്റെ അനുവാദം ഇല്ലാതെ പോകാൻ പറ്റില്ല. അവർ HODയുടെ അനുവാദം വേണം, അവിടെ അസിസ്റ്റൻ്റ് വാർഡിൻ്റെ അനുവാദം വേണം. എല്ലാവരുടെ അനുവാദത്തോടു കൂടിയ ഒരു കുട്ടിക്ക് പോലും ആ ഹോസ്റ്റലിലോട്ട് പ്രവേശനമുള്ളൂ 1-ാം വർഷ വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ 30 പേരെ സസ്പെൻഡ് ചെയ്തെന്ന് പറയുമ്പോൾ ഈ 30 പേരിൽ ഏകദേശം 90ഓളം ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾ അതിനകത്ത് കയറിയെന്നാണ് പറയുന്നത്. ഈ സമയത്ത് അവനെ കൊല്ലുന്ന സമയത്ത് അവരെങ്ങനെ അകത്ത് കയറി? അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം എന്തുകൊണ്ട് VC കൊടുക്കുന്നില്ല? അപ്പോൾ വളരെ കൃത്യമല്ലേ ഇത് ആസൂത്രണമാണെന്ന്. 30 പേരെ 1-ാം വർഷ വിദ്യാർത്ഥികൾ എന്തിന് സസ്പെൻഡ് ചെയ്തു? അവർ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കേണ്ട സസ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അവർ ആ ഹോസ്റ്റലിൽ പോയി. അപ്പോൾ എന്തിനു പോയി എന്നുള്ള കാര്യം കൂടെ VC വിശദീകരിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ VC പറയുന്നത് ഞാനല്ലായിരുന്നു ആ സമയത്തുള്ള VC. അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ VCയുള്ള ജോലി എന്ന് പറഞ്ഞാൽ വെറും ഒരു പ്യൂണിൻ്റെ ജോലിയല്ല. അത് ഇന്നത്തെ ആൾ സാറന്മാർ പോയി കഴിഞ്ഞാൽ വേറൊരാൾ വന്നു കഴിഞ്ഞാലും പഴയ ആളിൻ്റെ ഉത്തരവാദിത്വം അതിന് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ പുതിയ ആൾ. ഈ വരണവർ ഒരാഴ്ച കഴിഞ്ഞിട്ട് രാജിവെച്ച് പോകുന്നു, കിട്ടാവുന്ന മാക്സിമം അഴിമതി അങ്ങ് ചെയ്യുന്നു, രാജിവെച്ച് പോകുന്നു. അടുത്തൊരാൾ വന്നു കഴിഞ്ഞാൽ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. എല്ലാവരും ഉത്തരവാദിത്തത്തിൽ നിന്ന് പെട്ടെന്ന് മാറും. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അഴിമതി അല്ലെങ്കിൽ മാക്സിമം രക്ഷപ്പെടുത്തൽ അങ്ങ് ചെയ്യുന്നു, അവരങ്ങ് പോകുന്നു. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ നിസ്സഹായനായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കാര്യം, ഇതെന്തെല്ലാം നടക്കുന്നതെന്ന്. ഒരു കാര്യം ഉറപ്പാണ്, ഇത് ഇത്രയും പേരിൽ നിൽക്കില്ല. ഇത് കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് സസ്പെൻഡ് ചെയ്ത് 30 പേരാ, ശരിയാ. അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത്, ഇതിന് ഞാൻ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ശരി സസ്പെൻഡ് ചെയ്തല്ലോ, അവർ നിരപരാധികളായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കും. അടുത്ത ആഴ്ച ഞാൻ കേൾക്കാൻ പോകുന്നത് ജയിലിൽ കിടക്കുന്നവരെയും VC കണ്ടുപിടിച്ചു, അവർ കുറ്റവാളികളല്ല, അവരും നിരപരാധികളാണ്, അവരെ സസ്പെൻഷൻ പിൻവലിച്ചു. ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ കേൾക്കും എൻ്റെ മകൻ സിദ്ധാർത്ഥൻ സ്വയം മുറിവേൽപ്പിച്ചാണ്, ആന്തരിക അവയവത്തിന് അവൻ സ്വയം മുറിവേൽപ്പിച്ചിട്ട് അവൻ സ്വയമായി തൂങ്ങി മരിച്ചതാണ് എന്നുള്ള റിപ്പോർട്ടും ഈ VC കൊണ്ടുവരും. അത് VCക്ക് വേണ്ടിയിട്ടല്ല, VCക്ക് നല്ലൊരു ഓഫർ കിട്ടിക്കാണണം. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലേ, ഇയാളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ സംരക്ഷിച്ചോളാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് രാജിവെച്ച് പോയി കഴിഞ്ഞാലും നിൻ്റെ കുടുംബമോ അല്ലെങ്കിൽ നിനക്ക് നല്ലൊരു സ്ഥാനം തന്നുകൊള്ളാം എന്നുള്ളത് ഭരണപക്ഷത്ത് നിന്ന് ഉറപ്പായിട്ടും VCക്ക് അത് ഒരു ഉറപ്പ് കിട്ടിക്കാണും. ഇല്ലെങ്കിൽ ഇത്രത്തോളം വളരെ വൃത്തികെട്ട ഒരു ഗെയിം VC അത് എടുക്കില്ല. അത് അവരുടെ കാര്യം, എനിക്കറിയേണ്ട കാര്യമില്ല. പക്ഷേ ഇനി ഇങ്ങനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പേരും സുഖമായിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അവരിൽ നിന്ന് ഈ കോമാളിയെ പോലെ നമ്മൾ നോക്കിച്ചിരിക്കും. നമ്മൾ അതിനെയും കോമാളിയായിട്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. അത് എനിക്ക് ഇന്ന് രാവിലെ ഫീൽ ചെയ്ത കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്നാൽ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത്. യെസ്, യുവരാജ്, വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ശ്രീ ജയപ്രകാശ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ 1-ാം വർഷ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലിൽ പ്രവേശനമില്ല. സിദ്ധാർത്ഥനും 20 കിലോമീറ്റർ അപ്പുറം കൽപ്പറ്റയിൽ നിന്നാണ് ഇവിടെ സർവകലാശാല ക്യാമ്പസിൽ എത്തിക്കൊണ്ടിരുന്നത്, കോളേജിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ രാജിവെച്ച വൈസ് ചാൻസലർ പറയുന്നത് അദ്ദേഹം ഈ 33 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് അവർ ഒരു രാത്രി മാത്രമേ ആ ഹോസ്റ്റലിൽ തങ്ങിയിരുന്നുള്ളൂ എന്നാണ്. ആ ഒരു രാത്രി ഈ പുറത്ത് നിൽക്കേണ്ട വിദ്യാർത്ഥികളെ ആ ഹോസ്റ്റലിൽ പാർപ്പിച്ചത് എന്തിനാണ് എന്നാണ് ഇപ്പോൾ ശ്രീ ജയപ്രകാശ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തടിസ്ഥാനത്തിലായിരിക്കും അവർക്ക് ഹോസ്റ്റലിൽ പ്രവേശിക്കാൻ അനുമതി നൽകിയത്? ഈ കൊലപാതകം നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഭീകരപ്രസ്ഥാനമായ SFI ഒരുക്കുകയായിരുന്നുവോ? അല്ലേ? അങ്ങനെയൊക്കെ അല്ലേ നമ്മളതിനെ കാണേണ്ടത്? ഇത് ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ഇതിനെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക? നമുക്ക് മനുഷ്യർക്ക് പരിചിതമായ സാഹചര്യങ്ങളാണെന്നുണ്ടെങ്കിലല്ലേ നമുക്കൊരു എക്സ്പ്ലനേഷൻ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഇതിങ്ങനെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കുന്നത്. ഇത് മനുഷ്യർ കേട്ട് കേൾവിയുള്ള ഒരു കാര്യം വല്ലതുമാണോ ഇത്? നമുക്ക് ഇപ്പോൾ ആൻറ്റി റാഗിങ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. 8 മാസത്തോളമായിട്ട് ആ കുട്ടിയെ
അവർ നിരന്തരമായിട്ട് പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ളത്. അയാളെ വിളിച്ചു വരുത്തുന്നു, തുണി ഉരിഞ്ഞു നിർത്തുന്നു, തൂണിൽ കെട്ടിയിട്ടിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന് പറയുന്നു. ഇത് കാലങ്ങളായിട്ട് ആ ക്യാമ്പസിനകത്ത് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നേ SFIയുടെ നേതൃത്വത്തിൽ. ചോദ്യം ചെയ്യാൻ ഒരു മനുഷ്യർക്ക് പോലും ധൈര്യമില്ല. അപ്പോൾ ക്യാമ്പസിൻ്റെ അകത്ത് ഇതാണ്, ഹോസ്റ്റലിനകത്ത് മറ്റൊരു അന്തരീക്ഷമാണ്. അവിടെ ചിലർക്ക് പ്രവേശനം ഉണ്ട് എന്ന് പറയുന്നു, ചിലർക്ക് പ്രവേശനം ഇല്ല എന്ന് പറയുന്നു. എന്താണ് ഇതിൻ്റെ മാനദണ്ഡം എന്ന് മനസ്സിലാകുന്നില്ല. എന്ത് മാനദണ്ഡത്തിൻ്റെ പുറത്താണ് ഫസ്റ്റ് ഇയറിലുള്ളവർക്ക് പ്രവേശനം ഇല്ല എന്ന് പറയുന്നത്? പിന്നെ ഒരു ദിവസത്തേക്ക് മാത്രമായിട്ട് ഇത്രയധികം കുട്ടികളെ അവിടെ കൊണ്ടുവന്ന് കാണിച്ചു എന്ന് പറയുന്നത്, ഇതൊക്കെ എന്താണ് അവിടെ നടക്കുന്നത്? ഇത് അതാണ് ഞാൻ പറയുന്നത്, മനുഷ്യർക്ക് എന്തെങ്കിലും ബന്ധമുള്ളൊരു സ്ഥലമാണെങ്കിലല്ലേ നമുക്കിതിനകത്ത് എന്താണ് അവിടെ നടന്നിരിക്കുന്നതെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുള്ളൂ. ഇത് SFIയുടെ ഒരു സാമ്രാജ്യം പോലെ, അവരുടെ ഒരു പൊന്നാപുരം കോട്ട പോലെ അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ അകത്ത് ഈ പറയുന്ന കുറേ മൃഗങ്ങളാണ് അതിനകത്ത്. നമ്മൾ ഈ പണ്ട് ബാലരമയിലൊക്കെ കാണുമായിരുന്നല്ലോ, മൃഗാധിപത്യം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പുറകിലൊരു കാർട്ടൂൺ ഉണ്ടാകുമായിരുന്നു. ശരിക്കും മൃഗാധിപത്യം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കാണണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ SFIയുടെ കുത്തകാവകാശമുള്ള ഇത്തരം ക്യാമ്പസുകളുടെ ഇടിമുറികളിൽ, ഹോസ്റ്റലുകളിൽ ഇപ്പോൾ കുറേയൊക്കെ ആയിട്ട് ഏതാണ്ട് 2 ടേം ഭരിച്ചു വരുമ്പോൾ കേരളത്തിൽ പൊതുവിൽ ഒക്കെ നമ്മൾ കണ്ടുവരികയാണ് മൃഗാധിപത്യം വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഒരു കൂട്ടം മൃഗങ്ങൾ ഭരണം തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ ജയപ്രകാശ് അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു വലിയ കാര്യമുണ്ട്. അത് സ്വാഭാവികമായിട്ടും നമുക്ക് തന്നെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. അതായത് ഇപ്പോൾ ഒരു 7-8 പ്രതികൾ ഒരു പർട്ടിക്കുലർ കേസിലുണ്ട് എന്ന് വിചാരിക്കുക. ഈ കേസ് എന്നല്ല, ഏത് കേസും ആയിക്കൊണ്ടോട്ടെ, 7-8 പ്രതികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്ത് 1-2 പേര് പുറത്ത് നിൽക്കുകയാണ്, 5-6 പേര് മാത്രമാണ് അകത്തുള്ളത്. ഈ ആർക്കെങ്കിലും ഒരാൾക്ക് ജാമ്യം കിട്ടുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു പ്രതിക്ക് ജാമ്യം കിട്ടി, അതുകൊണ്ട് മറ്റെല്ലാവർക്കും ജാമ്യം കൊടുക്കാമെന്നുള്ള തലത്തിൽ ജാമ്യം കിട്ടുന്ന ക്രിമിനൽ കേസുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ഇനി ബാക്കിയുള്ളവർക്ക് കിട്ടാൻ എളുപ്പമാണെന്നുള്ള നിലയിൽ. അപ്പോൾ അതുപോലെ തന്നെയാണ്, അതായത് വളരെ സ്ലോലി ടെസ്റ്റിംഗ് ദ വാട്ടേഴ്സ് എന്ന് പറയുമല്ലോ നമ്മൾ. വെള്ളത്തിന് ആഴം ഉണ്ടോ ഇല്ലയോ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്? ആദ്യം പതുക്കെ കാല് വെച്ച് കുഴപ്പമില്ല, രണ്ടാമത്തെ കാല് വെച്ച്, അതുപോലൊരു പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കേസിനകത്ത് ഈ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം 33 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിക്കുന്നു. അയ്യോ അവർക്ക് നേരിട്ട് ബന്ധമൊന്നുമില്ല കേട്ടോ, അവർ ഒരു ദിവസം വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്ന് പറയുന്നു. ഇതിൻ്റെ അകത്ത് പതുക്കെ 1-2 പേര് സീനിയേഴ്സായിട്ടുള്ള ആൾക്കാരെ കുത്തിക്കയറ്റുന്നു. ആരുടെയും ശ്രദ്ധയിൽ പെടാതെ അങ്ങ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇലക്ഷനും തിരക്കും ബഹളവും ഒക്കെ ആണല്ലോ, മൊത്തം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന സമയമാണല്ലോ. ഈ സമയത്തൂടെ 1-2 പേരുടെ സസ്പെൻഷൻ. അപ്പോൾ അടുത്ത ആഴ്ച എത്തുമ്പോഴേക്കും എന്താണ്, ഒരു പ്രസിഡൻസ് ആയില്ലേ? അതായത് 2 സീനിയേഴ്സിൻ്റെ നേരത്തെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു സസ്പെൻഷൻ. അപ്പോൾ പിന്നെ ഇനി ഒരു 5 പേരുടെയും കൂടെ പിൻവലിക്കാം, കുഴപ്പമൊന്നുമില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. അതിൻ്റെ അടുത്ത ആഴ്ച ഈ ഒരു ഇലക്ഷൻ പ്രോസസ്സ് 2 മാസത്തോടുകൂടി കഴിയുന്നതോടുകൂടി ഇതിനകത്തുള്ള മൊത്തം പ്രതികളെയും വെറുതെ വിട്ട് ഇതിൻ്റെ അകത്ത് പരിപൂർണമായിട്ട് SFIക്കാരെ മുഴുവൻ കുറ്റവിമുക്തരാക്കി. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ മാധ്യമങ്ങളും മറ്റ് രാഷ്ട്രീയ കക്ഷികളും എല്ലാം കൂടി ചേർന്ന് നിഷ്കളങ്കരും ഇപ്പോഴും മുലപ്പാല് മാത്രം കുടിക്കുന്നവരുമായ SFIക്കാരെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് വേട്ടയാടിയതാണെന്ന് പറഞ്ഞ് അവരെ പൂമാലയിട്ട് സ്വീകരിക്കുന്ന കാഴ്ച നമ്മൾ തന്നെ കാണേണ്ടി വരും. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാലങ്ങളായിട്ട് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് അവർ ഈ കേസിനകത്തും ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. പക്ഷേ ശ്രീ ജയപ്രകാശ് എന്ന് പറയുന്ന ആ മനുഷ്യൻ, മകനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞ ആ മനുഷ്യൻ്റെ പോരാട്ട വീര്യം, ആ മകനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അദ്ദേഹം വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ അദ്ദേഹം മുമ്പോട്ട് ഇറങ്ങി വരുന്നത് കൊണ്ട് മാത്രം ഈ വിഷയം ഇപ്പോഴും ചർച്ചയിലേക്ക് കയറി വരികയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല നയങ്ങളും പല അടവുകളും നടക്കാതെ പോവുകയാണ് എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്നിപ്പോൾ ആദ്യ ഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ജയപ്രകാശ്, താങ്കൾ ഇന്ന് രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടിരുന്നു. എന്തായാലും ഗവർണർ പെട്ടെന്ന് തന്നെ ആ വിഷയത്തിൽ ഇടപെട്ടു. സസ്പെൻഷൻ പിൻവലിച്ച നടപടി അത് തിരുത്തണം എന്ന് VCയോട് നിർദ്ദേശിച്ചു. ഗവർണർ എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ഇപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് താങ്കൾ മുഖ്യമന്ത്രിയെ സമീപിച്ചു. അന്ന് തന്നെ പോയി കണ്ട ആ നിമിഷം തന്നെ ഉറപ്പ് നൽകി ഇത് CBI അന്വേഷണത്തിന് വിടാമെന്ന്. നോക്കൂ, CBI അന്വേഷണത്തിൽ വലിയ താല്പര്യമൊന്നുമില്ലാത്തൊരു സർക്കാരാണ് ഇത്. CBI അന്വേഷണം വരാതിരിക്കാൻ കോടികൾ വാങ്ങുന്ന അഭിഭാഷകരെ സുപ്രീം കോടതിയിൽ ഇറക്കിയവരാണ് ഈ സർക്കാർ. അത് പൊളിറ്റിക്കൽ മർഡേഴ്സിൽ, രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ CPM ഗുണ്ടകളെ സംരക്ഷിക്കാൻ വേണ്ടി കോടികൾ ചെലവഴിച്ച് ഞാനും നിങ്ങളുമൊക്കെ കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചാണ് ഈ കോടികൾ വാങ്ങുന്ന അഭിഭാഷകരെ ഇറക്കിയിരിക്കുന്നത്. പക്ഷേ സിദ്ധാർത്ഥൻ്റെ കേസിൽ പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രി CBI അന്വേഷണത്തിന് വിടുന്നു. അന്ന് ഞങ്ങൾ സംശയിച്ചതാണിത്.
ഇത് സതുദ്ദേശപരമല്ല എന്ന് ഈ തീരുമാനം എന്ന് അന്ന് തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയതാണ്. ഞങ്ങൾ അക്കാര്യം വിളിച്ച് പറയുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ ഈ സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ, അവധാനതയോടെ പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇത് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമാണ് എന്നല്ല മനസ്സിലാക്കേണ്ടത് ജയപ്രകാശ്. അതെ, താങ്കൾ ആദ്യം ചോദിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ഗവർണറെ കണ്ട കാര്യമാണ്. അപ്പോൾ ഗവർണർ ആക്ഷൻ എടുത്തത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഗവർണറെ ഇന്ന് കണ്ടത് വൈകുന്നേരം 5 മണിക്കാണ് കണ്ടത്. ഗവർണർ 5 മണിക്ക് കണ്ടു. ഞാൻ ആ ടൈം ചോദിച്ചു, എങ്ങനെയെങ്കിലും എനിക്ക് അദ്ദേഹത്തിനെ കാണാനുള്ള ഒരു അവസരം കിട്ടി, ഭാഗ്യം കിട്ടി. പക്ഷെ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അതിനുശേഷമല്ല ഈ സംഭവം, അദ്ദേഹം ആക്ഷൻ എടുത്തിരിക്കുന്നതും അല്ലെങ്കിൽ VC അവിടുന്ന് രാജിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. സസ്പെൻഡ് ചെയ്ത ആ നടപടി, പിൻവലിച്ച നടപടി സ്റ്റേ ചെയ്തു. ഇതൊക്കെ ഉച്ചയ്ക്ക് മുമ്പേ അവിടെ നടന്നു കഴിഞ്ഞു. ശരിക്കും അത് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗവർണർ അവിടെ ചുമ്മാ ഇരിക്കുകയല്ല. നമ്മൾ പോയി കരഞ്ഞാലേ ഗവർണർ ഒരു കാര്യം ചെയ്യുള്ളൂ എന്നുള്ള കാര്യം അങ്ങനെയല്ല. ഞാൻ എൻ്റെ ആവലാതി പറയാൻ പോയി. പക്ഷേ അദ്ദേഹം പറഞ്ഞു അതിനു മുമ്പേ തന്നെ അദ്ദേഹം അതിൻ്റെ ജെന്യുവിനായിട്ടുള്ള കാര്യം ചെയ്തു കഴിഞ്ഞു. ആരോട് ചോദിച്ചിട്ടല്ല എങ്ങനെയാണ് സസ്പെൻഡ് ചെയ്തത്, അവരെ ഒഫീഷ്യൽ കാര്യം എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. എന്നാലും പറയാം, എങ്ങനെ അവരുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ നീക്കമുണ്ടായപ്പോൾ ആ VCക്ക് ഉണ്ടായ വീഴ്ച എന്താണ്, അതിനെതിരെ ശരിക്കും പറഞ്ഞാൽ ഗവർണർ ആ രാജ്ഭവനിൽ നിന്ന് വളരെ നല്ല ഒരു നീക്കം ഞാൻ കാണുന്നതിന് മുമ്പേ അവിടെ നടന്നു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ന് കാണേണ്ട ആവശ്യം തന്നെ ഇല്ലായിരുന്നു. പോയിട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അവിടുന്ന് ഞാൻ എന്താണ് പ്രതീക്ഷിച്ച് പോയത്, അല്ലെങ്കിൽ ഏത് കാര്യമാണ് പ്രതീക്ഷിച്ച് പോയത്, അതവിടെ ഓൾറെഡി നടന്നു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഗവർണറെ ഇനി രാജ്ഭവനിൽ നിന്ന് എന്തൊരു നീക്കമുണ്ടെങ്കിലും ഏത് നീക്കമുണ്ടെങ്കിലും എനിക്കൊന്നും ഭയപ്പെടാനില്ല. എനിക്ക് എൻ്റെ മകന് നീതി അവിടെ നിന്ന് കിട്ടും, ഉള്ള ഉറപ്പാണ്. അപ്പോൾ ഗവർണർ പ്രവർത്തിക്കുന്നത് ജയപ്രകാശ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യന് വേണ്ടിയല്ല, ജയപ്രകാശ് ഷീബ എന്ന് പറഞ്ഞ 2 പേർക്ക് വേണ്ടിയല്ല, സിദ്ധാർത്ഥന് നീതി കിട്ടാനും വേണ്ടിയല്ല ഗവർണർ ചെയ്യുന്നത്. ആ 2 വ്യക്തിപരമായിട്ടല്ല ഗവർണർ ചെയ്യുന്നതെന്നാലും കേരള സമൂഹത്തിന് തന്നെ ഒരു മെസ്സേജ് കൊടുക്കണം, അദ്ദേഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കണം. ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവരുത്. രണ്ടാമത് ഇതിനുള്ള ഗൂഢാലോചന എവിടെ നിന്നാണ് നടന്നത്, എന്ത് ചെയ്തു, സത്യം പുറത്തു കൊണ്ടുവരേണ്ടത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരു വാശി പോലെ ആയിപ്പോയി. അല്ല, അദ്ദേഹം എനിക്ക് വേണ്ടി ചെയ്യുന്നതല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നതല്ല, എൻ്റെ മകന് വേണ്ടി ചെയ്യുന്നതല്ല, അദ്ദേഹം കേരളത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ടായി. പ്രത്യേകിച്ച് അദ്ദേഹം ചാൻസലറും കൂടെ. അപ്പോൾ അദ്ദേഹത്തിന് അത് ചെയ്തേ പറ്റുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ആകുമ്പോൾ അദ്ദേഹത്തിന് അത് ചെയ്യണം. പണ്ടുള്ളവരൊക്കെ ചെയ്തിട്ടുണ്ടായില്ല എന്നറിയില്ല. പക്ഷേ ഇപ്പോഴത് അദ്ദേഹം വളരെ ശക്തമായിട്ട് നിലപാടെടുത്തുകൊണ്ട് നിൽക്കുന്നതുകൊണ്ടാണ് എനിക്കും അതിൽ കൂടെ ഊർജ്ജം കിട്ടുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ട് പോരാടാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വീണ്ടും പോരാടാനായിട്ടുള്ള ഊർജ്ജം കിട്ടുന്നത്. അതുകൊണ്ടാണ് എല്ലാവിധ പ്രോത്സാഹനം എന്ന് പറയാൻ പറ്റില്ല, എല്ലാവിധ നിയമസഹായം അവിടെ നിന്നുണ്ടാവും. നിയമപരമായിട്ടുള്ള സഹായം മാത്രമേ ഞാൻ അവിടെ ചോദിക്കുന്നുള്ളൂ. ബാക്കിയുള്ള എൻ്റെ സമരപരിപാടിയോ കാര്യങ്ങളോ അതൊന്നും ഞാൻ ഈ രാജ്ഭവനായിട്ട് ഞാൻ ഉൾപ്പെടുത്തുന്നേ ഇല്ല. എനിക്ക് നിയമപരമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ട് യാചിക്കാനാണ് പോയി, ശരിക്കും പറഞ്ഞാൽ അപേക്ഷിക്കാൻ പോയി. പക്ഷെ അതിനു മുമ്പേ അവിടെ നിന്ന് ആക്ഷൻ വന്നു കഴിഞ്ഞു. VC സ്വയം രാജിവെച്ച് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ ഗവർണർ എന്നോട് ഡിസ്കസ് ചെയ്തിട്ടില്ല. നമുക്ക് അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, അത് ഒഫീഷ്യൽ കാര്യങ്ങൾ. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് ചെയ്തിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് അറിഞ്ഞത് VC രാജിവെച്ച് കഴിഞ്ഞു. പക്ഷെ അത് ഉച്ചയ്ക്ക് സംഭവിച്ചു കഴിഞ്ഞു, അത് അറിഞ്ഞില്ല. അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് നല്ലൊരു നീതി കിട്ടും എന്ന് പ്രതീക്ഷിക്കണം. പിന്നെ CBI അന്വേഷണം അത് ഉറപ്പായിട്ടും എനിക്ക് കൂടുതൽ പൊളിറ്റിക്സ് അറിഞ്ഞുകൂടാ, ഈ പൊളിറ്റീഷ്യന്മാരുടെ കളികളും എനിക്കറിയില്ല. അപ്പം ഞാൻ ആവശ്യപ്പെട്ട്, എനിക്ക് മുഖ്യമന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ട് ഈ CBI അന്വേഷണം വേണം, മുമ്പോട്ട് പോയാൽ ഭയപ്പെടുന്നു, CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞ ഉടനെ അദ്ദേഹം സമ്മതിച്ചു. ശരിക്കും പറഞ്ഞാൽ അത് പീക്ക് ടൈമായിരുന്നു. എല്ലാവരും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ടൈം. ഇപ്പോൾ പ്രതിപക്ഷമാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും, മീഡിയ, പത്രം, കേരളത്തിൻ്റെ ജനങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ അമ്മമാരും അച്ഛന്മാരും എല്ലാവരും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗവൺമെൻറ്റിൽ കിട്ടിയ ഒരു ഭാഗ്യം പോലെ, ഒരു ലോട്ടറി കിട്ടും പോലെ ഞാൻ ഇത് കൊണ്ട് CBI അന്വേഷണം കൊണ്ട് കൊടുത്തത്. അത് കിട്ടുന്നത് ഉടനെ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞോ CBI തന്നെ വേണമെന്ന്. പക്ഷേ എനിക്കറിയില്ലായിരുന്നു അതിൻ്റെ ബാക്കിൽ ഒളിച്ചു നിൽക്കുന്ന ഒരു ചതി. പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് സൈലൻ്റായി. എന്നാൽ എല്ലാവരും ആവശ്യപ്പെട്ടത് CBI ആണ്, എല്ലാവരും ആവശ്യപ്പെടുന്നതും CBI ആണ്. ചിലപ്പോൾ കോടതി മുഖാന്തരം പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുമോ, അങ്ങനെയുള്ള പല അഭിപ്രായങ്ങളും അത് വരുന്നു. പക്ഷേ എല്ലാവരെയും അടപ്പിക്കാൻ പറ്റി. അവരതിൽ 90% സർക്കാർ വിജയിച്ചു. പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ അടപ്പിച്ചു. അതുകൊണ്ട് അവർ വിജയിച്ചു. അത് സമ്മതിക്കണം. അവർ ആ പൊളിറ്റിക്സ്, ആ ഗെയിം എന്ന് പറഞ്ഞാൽ അതാണ് ഗെയിം, അത് അവർ വിജയിച്ചു.
ഞാൻ എന്നെ പോലെ ഒരു സാധാരണക്കാരൻ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം വരെ ഒന്നും മിണ്ടാതിരുന്നു. ഇപ്പോൾ അന്വേഷണം വരും, ഇപ്പോൾ അന്വേഷണം വരും. എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ പ്രൊസീജിയറൊന്നും അറിയില്ല, ഞാൻ കൂടുതൽ നിയമമൊന്നും പഠിച്ചിട്ടില്ലല്ലോ. അന്വേഷണത്തോളം അത് കഴിഞ്ഞ് നമ്മൾ അന്വേഷിക്കാൻ പോയപ്പോഴാണ് അറിയുന്നത് അവിടുന്ന് പേപ്പർ ഇവിടെ പോയിട്ടില്ല, ആ പേപ്പർ സെൻട്രൽ ഗവൺമെൻറ്റിൽ പോകണം, അവിടെ പോകണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ഇറങ്ങിക്കയറി അന്വേഷിച്ച് നടക്കാൻ കൂടുതലായിട്ട് അറിയില്ല, എനിക്ക് കൂടുതൽ നിയമം അറിയില്ല. അപ്പം നമ്മളാ സഹായിച്ചത് മീഡിയക്കാർ സഹായിച്ചു, പത്രക്കാർ സഹായിച്ചു, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം കുറച്ച് രാഷ്ട്രീയക്കാരും സഹായിച്ചു. പക്ഷേ അതിനേക്കാൾ ഉപരി എൻ്റെ ഒരു സംഘടന ഉണ്ട്, എൻ്റെ മതത്തിൻ്റെ എൻ്റെ ജാതിയുടെ സംഘടന KMS എന്ന് പറഞ്ഞ സംഘടനയാണ്. അവർ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ സഹായിച്ചു. അതെനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. എല്ലാ പേരും സഹായിച്ചു. ഈ സംഘടനയുടെ പ്രസിഡന്റ്, KMSൻ്റെ സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ സുഭാഷ് ബോസ് സാർ, അദ്ദേഹവും കേരളത്തിലെ എല്ലാ ഭാരവാഹികളും, ഈ സംഘടനകളുടെ ഭാരവാഹികളെല്ലാം കൂടെ ഈ തണുത്ത് നിന്ന സമയത്ത്, അതായത് പീക്ക് ടൈമിൽ കഴിഞ്ഞ് തണുത്ത് നിന്ന സമയത്ത് എന്തായി കേസ്, ഏതാണ്, ഇതെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമുക്കൊരു വിവരം തന്നുകൊണ്ടിരുന്നു അവരാണ്. ഇപ്പോൾ അവസാനം കിട്ടിയ ഒരു വിവരം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ വന്ന ഒരു 10-15 മിനിറ്റ് മുമ്പ് കിട്ടിയ വിവരം എന്ന് പറഞ്ഞാൽ, ഇവർ ട്രാൻസ്ലേറ്റ് ചെയ്ത പേപ്പർ വയനാട് DYSPയുടെ കയ്യിൽ കിട്ടിയെന്ന് പറയുന്നു. അപ്പോൾ ഇവർ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നാണ് ഇവർ ഡിലേ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കറിയില്ല എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക, ഏത് ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഇപ്പം ഞാൻ അറിഞ്ഞു, ഞാൻ ഇപ്പോൾ വരുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഇവിടെ എത്തിയപ്പോൾ അറിഞ്ഞു ട്രാൻസ്ലേറ്റ് ചെയ്ത പേപ്പർ വയനാട് DYSP കിട്ടി. അത് നമ്മളെ KMSൻ്റെ അവിടെ നിന്നാണ് നമ്മൾ അറിയിച്ചത്, സുഭാഷ് ബോസ് സാർ അറിയിച്ച. അതുകൊണ്ട് ഇന്ന് നടക്കുന്ന കളികൾ എന്താണെന്നുള്ളത് അവർ വിജയിച്ചു. ശരിക്കും പറഞ്ഞാൽ അവർ വിജയിച്ചു. എല്ലാവരും വാ മൂടിക്കെട്ടാൻ പറ്റി. ആ വാ മൂടിക്കെട്ടിയ ആ ഒരു ആഴ്ച നല്ല രീതിയിൽ അവർക്ക് തെളിവ് നശിപ്പിക്കാൻ പറ്റി. സ്വാധീനിക്കേണ്ടവരെ സ്വാധീനിച്ചു. എല്ലാ കാര്യം ചെയ്തുകൊണ്ടിരിക്കേണ്ട. ഇപ്പോഴും അവർ തെളിവ് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് അങ്ങോട്ട് വീണ്ടും പോയി കഴിഞ്ഞാൽ ഇത് തന്നെ ഉണ്ടാവുക. ഞാൻ ഭയപ്പെടുന്നു ശരിക്കും പറഞ്ഞാൽ. അത് എല്ലാവർക്കും അറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണല്ലോ ഈ 33 വരെ സസ്പെൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് തിരിച്ചെടുക്കുക. അതും ജൂനിയറായിട്ടുള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ കാണിക്കണം. കാര്യം എന്നാൽ ഞങ്ങൾക്കെതിരായിട്ട് നിന്ന്, അതായത് SFIക്ക് ഭീകര സംഘടനയ്ക്ക് എതിരായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇതായിരിക്കും നാളെയും നിൻ്റെയൊക്കെ ഗതി എന്ന് കാണിച്ചു കൊടുക്കാനാണ് ആ 19ഓളം കുട്ടികളെ ആ കോളേജിൽ ആ ഹോസ്റ്റലിൽ കൊണ്ടുപോയത്. ആ സമയത്ത് അവിടെ നിന്ന് ആ VCയും ആ ഡീനും എല്ലാ സാക്ഷികളാണ് അവർ കൂട്ടുനിന്നിട്ടുണ്ട്. ഞാൻ ആരോപിക്കുന്നതെല്ലാം നിങ്ങൾക്ക് പരിശോധിക്കാം. അവർ കൂട്ടുനിന്നത് കൊണ്ടാണ് ഈ രാത്രി ഇത്രയും കുട്ടികൾ അതിനകത്ത് കയറിപ്പോയത്. ആ SFIയുടെ ഭീകര സംഘടനയുടെ നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടാണ് ഇവരെ കാണിക്കണം, സിദ്ധാർത്ഥന് ചെയ്യാൻ പോകണം എന്താണെന്നുള്ള ഇവർ കണ്ടിട്ട് വേണം ഇവർ കൂടെ പഠിച്ച് ഇവരെ ഞങ്ങളെ ചൊൽപ്പടിക്ക് നിർത്തണം. ഞങ്ങളെ ചൊൽപ്പടിക്ക് നിൽക്കാത്തതിൻ്റെ ഫലമാണ് സിദ്ധാർത്ഥൻ ഇപ്പോൾ അനുഭവിക്കാൻ പോകുന്നത്. അതവർ കാണിച്ചു കൊടുത്തു, അവർ വിജയിച്ചു. അതുകൊണ്ടെന്താണ് ഈ നേതാക്കന്മാരെ രക്ഷിച്ചെടുക്കേണ്ട ചുമതലയും ഈ സർക്കാരിന് തന്നെ ഉണ്ട്. അവരെ രക്ഷിച്ചെടുക്കും. ഏതറ്റം വരെ പോയി കഴിഞ്ഞാൽ രക്ഷിച്ചെടുക്കും. അതിന് വേണ്ടിയിട്ടുള്ള കളിയാണ്. അത് വെറും ഈ എന്താ പറയുക, ഇപ്പോൾ SFI പ്രവർത്തകർ മാത്രമല്ല ചെയ്തത്, അല്ല അതിൻ്റെ ഭാരവാഹികൾ, ഏറ്റവും ഉയർന്ന ആ കോളേജിലെ ഉയർന്ന ഭാരവാഹികളായി ചെയ്തേക്കുന്ന പ്രസിഡൻറ്റിൻ്റെ റൂമിൽ ഉണ്ട്, പ്രസിഡൻ്റുണ്ട്, ജോയിൻറ്റ് സെക്രട്ടറി, ചെയർമാൻ, അങ്ങനെയുള്ള ഏറ്റവും വലിയ മുതിർന്ന നേതാക്കന്മാരാണ് ഇതിൻ്റെ മെയിൻ കുറ്റവാളികൾ, മെയിൻ കൊലയാളികൾ. മാവോയിസ്റ്റിൻ്റെ രീതിയിലുള്ള ട്രെയിനിങ് കിട്ടിയ രീതിയിൽ അവരെ അദ്ദേഹത്തിന് ഉപദ്രവിച്ചിരിക്കുന്നത്. വെട്ടും കുത്തുമല്ല. അത്രയ്ക്ക് ട്രെയിനിങ് കിട്ടിയ ഈ ആൾക്കാരെ കൈവിട്ട് കളയണമെന്ന് പറഞ്ഞത് ഒരിക്കലും ഈ സർക്കാർ ചെയ്യില്ല. അവരെ സംരക്ഷിച്ചേ പറ്റുള്ളൂ. അത് അവരുടെ കാര്യം. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദേഹത്ത് മുറിപോലും ഇല്ലാതെ ഇങ്ങനത്തെ രീതിയിൽ ഈ ചതവും കാര്യങ്ങളിൽ ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് പറ്റില്ല. ഞാനത് പല ഡോക്ടർമാരുടെ പലയിടത്തും ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്ത റിപ്പോർട്ട് കൊണ്ട് കാണിച്ചു. അല്ലെ വെറുതെ വായിച്ച് നോക്കിയിട്ട് ഞാൻ പറയുന്നതല്ല, ഞാൻ വെറുതെ ഇരിക്കുന്നതല്ല. ഇവിടെ അവരുടെ എല്ലാ അഭിപ്രായം ചോദിച്ചിട്ടാണ് പറയുന്നത്. സാധാരണയായിട്ട് ഒരു ആൾക്കാർക്ക് ഇതുപോലത്തെ ഒരു ഇന്റേണൽ ബ്ലീഡിങ് വരുന്ന രീതിയിൽ മുറിവേൽപ്പിക്കാൻ പറ്റിയില്ല. ഇന്റേണലായിട്ട് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. മാവോയിസ്റ്റുള്ള സംഘടനയ്ക്ക് അതിൽ നിന്ന് കിട്ടിയില്ല, അല്ല ഏതെങ്കിലും സംഘടനയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു നല്ല ഒരു ട്രെയിനിങ് വച്ചിട്ടാണ് ഈ SFI എന്നുള്ള ഭീകര സംഘടനയുടെ നേതാക്കന്മാർ എൻ്റെ മകനെ വരുത്തിയത്. അതുകൊണ്ട് ഇവരെ സംരക്ഷിക്കേണ്ട ചുമതലയും സർക്കാരിന് തന്നെ ഉണ്ട്. അല്ലെങ്കിൽ ആരാണ് അവരുടെ മാതൃസംഘടന, അവർക്കുണ്ട്. അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു അവലാതി കൊണ്ടും പേടി കൊണ്ടുമാണ് എനിക്ക് അടുത്ത നിയമ നടപടിക്ക് അല്ല എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോഴും പോയി ഞാൻ ഇനി അടങ്ങിയിരിക്കില്ല, ഇനി അത് തന്നെ ചെയ്യും. അവരിതിൻ്റെ അപ്പുറം ചെയ്തുകൊണ്ടിരിക്കും, എനിക്കറിയാം. പക്ഷെ ഞാനും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഒന്നുമില്ലെങ്കിലും കേരളത്തിലെ കുറച്ച് നല്ലവരായ ആൾക്കാരുണ്ട്, അച്ഛനമ്മമാരുണ്ട്. എനിക്ക് അവരുടെ പിന്തുണയായിരുന്നാലും മതി, അതും മതി, ഞാൻ ഫൈറ്റ് ചെയ്യും. ശ്രീ ജയപ്രകാശ്, ഞങ്ങൾ തുടങ്ങി വെച്ച ഈ പോരാട്ടം അതിനൊരു ലക്ഷ്യപ്രാപ്തി ഉണ്ടാകുന്നതുവരെ ഞങ്ങളുണ്ട് താങ്കളോടൊപ്പം, താങ്കളുടെ കുടുംബത്തോടൊപ്പം. അതിൽ ഒരു മാറ്റവുമില്ല. ഇനി എന്ത് ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാലും
സിദ്ധാർത്ഥൻ്റെ ആ ദുരൂഹ മരണത്തിന് ഉത്തരവാദികളായ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് വരെ ഞങ്ങൾ അടങ്ങിയിരിക്കില്ല. ആ വാക്ക് ഈ വേദിയിൽ ഞാൻ നൽകുകയാണ്. ഈ CBI അന്വേഷണം, സിദ്ധാർത്ഥൻ്റെ ദുരൂഹ മരണത്തിലുള്ള അന്വേഷണം CBIക്ക് വിട്ടിട്ട് 2 ആഴ്ചയാണ് കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ തുടർ നടപടികൾ CBI അന്വേഷണത്തിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് ഇറക്കി എന്നല്ലാതെ അനന്തര നടപടികളിലേക്ക് സർക്കാർ കടന്നില്ല. എന്തുകൊണ്ടായിരിക്കും അത്? നമുക്ക് പരിശോധിക്കാം. യുവരാജ്, പൊതുവിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ CBI അന്വേഷണത്തിന് താല്പര്യമില്ലാത്ത സർക്കാർ സിദ്ധാർത്ഥൻ്റെ ദുരൂഹ മരണത്തിൽ അന്വേഷണം CBIക്ക് വിട്ടപ്പോഴേ അത് സദുദ്ദേശത്തോടെ അല്ലെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ ഒരു അപകടം ഞങ്ങൾ മണത്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ചർച്ച ചെയ്യപ്പെടരുത്, പോലീസ് അന്വേഷണം സുതാര്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും ഉണ്ടാവരുത്, അതിനുള്ള ഉചിതവും ഉത്തമവുമായിട്ടുള്ള പോംവഴി അന്വേഷണം CBIക്ക് വിടുകയാണ്, എന്നിട്ട് തൽക്കാലം തുടർ നടപടികളിലോട്ട് കടക്കാതിരിക്കുക. CBI അന്വേഷണത്തിന് വിട്ടെന്ന് പറഞ്ഞ് സർക്കാരിന് കൈയഴുകാം, അണിയറയിൽ പാർട്ടിക്കാരായ പ്രതികളെ സംരക്ഷിക്കുക എന്ന ദൗത്യം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. തെളിവുകൾ നശിപ്പിക്കാനുള്ള സമയം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവരുടെ ഈ മോഡസ് ഓപ്പറാണ്ടി. VCയുടെ ആക്രാന്തം മൂലം അത് പൊളിഞ്ഞു. അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അതല്ലേ സംഭവിച്ചത്? അല്ലേ, അതെ. അതിനകത്ത് ഞാൻ കരുതി വെച്ച ഈ പിന്നെ CPM ഈ പറയുന്ന സർക്കാരുകളും ഈ ഫ്രോഡ് പണി കാണിക്കുന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് നമുക്ക് 2 അഭിപ്രായം ഇല്ല. അപ്പോൾ ഈ CBIക്ക് ഇദ്ദേഹം പോകുന്ന ഉടൻ തന്നെ CBI അന്വേഷണം ഓക്കെ എന്ന് പറയുന്ന സമയത്ത് ഞാൻ കരുതിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പരമാവധി ആയല്ലോ. ഇനിയിപ്പോൾ അവർ തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ടാവും, അവർക്ക് സേഫാക്കാനുള്ളവരെയൊക്കെ സേഫാക്കിയിട്ടുണ്ടാവും. ബാക്കി ഇനി CBI വരട്ടെ. ഈ ഇലക്ഷൻ സമയം ആയതുകൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ പുറത്ത് കിടന്ന് എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ CBI അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്നത് എന്നുള്ള തലത്തിൽ പൊതുജനം കണ്ടാലോ എന്നൊക്കെ കരുതിയായിരിക്കും CBIക്ക് വിട്ടതെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അതിൻ്റെ പുറത്ത് വീണ്ടും ഈ പറയുന്ന പോലുള്ള ഉഡായിപ്പ് പരിപാടികൾ കാണിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു തൊലിക്കെട്ടിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നമുക്കറിയാമല്ലോ, വണ്ടിപ്പെരിയാറിലെ വിഷയം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ്. ഒരു പെൺകുട്ടിയുടെ മരണവുമായിട്ട് 6 വയസ്സുള്ള കുട്ടിയുടെ അത് ഒരു ദിവസം മേഴ്സർ റിപ്പോർട്ട് എഴുതാൻ ഡിലേ ആയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് പ്രധാനമായിട്ടും പ്രതിയെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായത്. അർജുൻ എന്ന് പറയുന്ന DYFI നേതാവിനെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായത് ഒരൊറ്റ ദിവസത്തെ ഡിലേ വന്നതിൻ്റെ പേരിൽ മാത്രമാണ്. കാരണം ഒരു ദിവസം കൊണ്ട് പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എവിഡൻസുകൾ മാറിപ്പോയിട്ടുണ്ടാകാം. മേഴ്സർ റിപ്പോർട്ടിൽ അത് കറക്റ്റല്ല, ജനൽ തുറന്നാണോ കിടന്നത് അടഞ്ഞാണോ കിടന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒരു ദിവസം വൈകിപ്പോയി എന്നുള്ളതിൻ്റെ പേരിലാണ്. അപ്പോൾ അത് നമുക്കറിയാം, ഒരു റേപ്പ് നടക്കുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബയോളജിക്കൽ എവിഡൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടുന്നതാണ്. എന്നിട്ട് പോലും നമുക്കതിൻ്റെ അകത്ത് ഒരു ദിവസം ഡിലേ ആയപ്പോൾ ഇങ്ങനെ സംഭവിച്ചു. ഇവിടെ സംഭവിച്ചിരിക്കുന്ന മറ്റൊന്നാണ്, ഈ പറയുന്ന കുട്ടിയെ ദിവസങ്ങളോളം കെട്ടിയിടുക, മർദ്ദിക്കുക, ഭക്ഷണം കൊടുക്കാതിരിക്കുക, ഇതെല്ലാം സംഭവിക്കുന്നു. അതിനുശേഷം ആത്മഹത്യയാണെന്ന് വരുത്തി തീർത്തിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ ദൃക്സാക്ഷികളെ ആരെയും നമുക്കിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. ഇനി ഇതിൻ്റെ അകത്ത് ആരെങ്കിലും ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, ഈ വരുന്ന കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ പറയുന്ന ദൃക്സാക്ഷികൾക്ക് ഒരു ഭയം ഉണ്ടായിട്ടുണ്ടാകും. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ മിഷണറികളും പോലീസും എല്ലാം ഒന്നടങ്കം ഈ പ്രതികൾക്കൊപ്പമാണ് നിൽക്കുന്നത്. ഇനി ഞങ്ങൾ എന്തെങ്കിലും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ, CBIയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വരുന്ന സമയത്ത് ഞങ്ങൾ എന്തെങ്കിലും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ജീവിതത്തിനെ ബാധിക്കുമോ എന്നുള്ള ഭയം ഈ പറയുന്ന ചിലർക്കുണ്ടായിട്ടുണ്ടാവും. മറ്റു ചിലർക്ക് മറ്റെന്തെങ്കിലും പ്രോത്സാഹനപരമായ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവർക്ക് നാളെ എന്തെങ്കിലും ജോലിയോ അല്ലെങ്കിൽ കാശോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഒക്കെ ഓഫർ ചെയ്ത് അവരെ സെറ്റിൽ ചെയ്യാനുള്ള സമയമുണ്ട്. അതായത് CBI വരുന്നത് വരെ ഒരു ടൈം ബൈ ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു സൈഡിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ പറയുന്ന വ്യക്തികളെ സെറ്റിൽ ചെയ്യുക എന്നുള്ള തരത്തിൽ 2 തരത്തിൽ. ഒന്ന്, ഭീഷണി ഉപയോഗിച്ചിട്ട് സാമം ദാനം ഭേദം ദണ്ണം എന്ന് പറയുമല്ലോ, ഇത് ഉപയോഗിച്ച് അവർക്ക് സെറ്റിൽ ചെയ്യാനുള്ള സമയമാണ് അവർ ഒരു വശത്ത് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, മറുവശത്ത് ഈ പറയുന്നത് പോലെ അവിടെ എന്തൊക്കെ എവിഡൻസ് ഉണ്ടാകുമോ, ശാസ്ത്രീയമായിട്ടുള്ള എവിഡൻസ് ഉണ്ടാകും, ഫോറൻസിക് ആയിട്ടുള്ള പലതരത്തിലുള്ള എവിഡൻസുകളോട് ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ഒരു മരണം നടന്നിട്ടുണ്ട്, ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്, അത് ദിവസങ്ങളോളം
ഇത് സംഭവിച്ചതിന് ശേഷമാണ് ഇത് നടന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഫോറൻസിക് എവിഡൻസുകൾ അവിടെ ഉണ്ടാവും. പക്ഷേ ഈ ഫോറൻസിക് എവിഡൻസുകൾ ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ടും ഹൈഡ് ചെയ്യാനും അല്ലെങ്കിൽ നശിപ്പിക്കുവാനും എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള തലത്തിൽ ഇവരെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് പോലീസ് സംവിധാനത്തിന് അകത്ത് തന്നെ ആളുണ്ടല്ലോ. നമുക്കറിയാമല്ലോ ഇടതുപക്ഷത്തിൻ്റെ മിഷണറി എന്താണെന്നുള്ള കാര്യം. പോലീസ് സംവിധാനത്തിനകത്ത് തന്നെ ആളുണ്ടല്ലോ. അപ്പോൾ അത് കൃത്യമായിട്ട് അത് മുഴുവൻ ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ പറയുന്ന ടൈമിനെ ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുന്നത്. ഇദ്ദേഹം പ്രതികരിക്കാൻ ഒരല്പം കൂടി ഡിലേ ആയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ ഇനിയും ഇത് ഇതേപോലെ തന്നെ നീട്ടിക്കൊണ്ടുപോയി. നോക്കൂ, അദ്ദേഹം പറയുന്നു ഒരു ട്രാൻസ്ലേഷൻ, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കേരളത്തിൽ ആളില്ലേ? എനിക്ക് മനസ്സിലാകുന്നില്ല. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കേരളത്തിൽ ആളില്ല. എത്ര നേരം വേണം, എത്ര സമയം വേണ്ടതുണ്ട്? ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം പരമാവധി. ഞാൻ പറഞ്ഞത് പരമാവധിയാണ്. ഇത്രയും സെൻസേഷണലായ ഒരു കേസാണത്. കേരളം മുഴുവൻ ചർച്ച ചെയ്തൊരു കേസ്. ദിവസങ്ങളോളം ആൾക്കാർ നിരാഹാരം ഇരുന്നു. ABVP കുട്ടികൾ നിരാഹാരം ഇരുന്നു, പ്രതിപക്ഷത്തിൻ്റെ ആൾക്കാർ നിരാഹാരം ഇരുന്നു. ഇത്രയധികം പ്രക്ഷോഭങ്ങളുണ്ടായി. മാധ്യമങ്ങൾ മുഴുവൻ അവിടെ പോവുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇത്രയും സെൻസേഷണലായ ഒരു കേസിനെ എത്ര ലാഘവത്തോടു കൂടിയാണ് പോലീസും സംവിധാനങ്ങളും കൈകാര്യം ചെയ്തിരിക്കുന്നത് നോക്കൂ. ഇന്ന് 14 ദിവസം ആവുമ്പോഴാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞതെന്നാണ് പറയുന്നത്. എന്നിട്ടും അത് DYSPയുടെ അടുത്ത് എത്തുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. CBI ഒരു കാര്യം കൂടി, അതായത് ജൂൺ 9-ന് CBI അന്വേഷണത്തിൽ ഇട്ടുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കുന്നു. അത് കേന്ദ്ര സർക്കാരിലെത്തിയത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്, 16-ാം തീയതി. നോക്കൂ, സർക്കാരിന് ഈ വിഷയത്തിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്ന് ആ ഒരൊറ്റ നടപടിക്രമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇവർ ഫ്രോഡ് കാണിക്കും നമുക്കറിയാം, പക്ഷേ ഇത്രത്തോളം എക്സ്ട്രീമിലേക്ക് അത് പോകും എന്നുള്ളത്, അതായത് ആ കുടുംബത്തിനെ കണ്ടാൽ തന്നെ നമുക്കറിയാമല്ലോ. അവരെന്ന് പറയുന്നത് അങ്ങനെ നിയമവ്യവഹാരങ്ങളുമായിട്ട് ഇടപഴകി ജീവിച്ചവരോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ക്രൈമിൽ പോയി പെട്ടിട്ടുള്ള ആൾക്കാരോ ഒന്നും അല്ല. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ നടപടിക്രമങ്ങളെ കുറിച്ചിട്ട് വലിയ ധാരണ ഉണ്ടാകില്ല എന്നുള്ള കാര്യം കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഇത് ഏറ്റവും നല്ല ക്രിമിനലുകളായിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും ഇവർ എത്ര ടൈം എടുക്കും ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് എത്താനും അതിൻ്റെ പ്രോസസ്സിലേക്ക് പോകുവാനും വേണ്ടിയിട്ടുള്ള കാര്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ദൗർബല്യത്തെ ഇങ്ങനെ ചൂഷണം ചെയ്യുകയാണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും എല്ലാവരും കൂടി ചേർന്ന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ദുഷ്ടത്തരം എന്നല്ലാണ്ട് ഇതിനെ മറ്റൊന്നും പറയാനില്ല. അവർക്ക് ഇതിനകത്ത് ഇവർ ആദ്യം മുതലേ പറയുകയാണ് ഇവരുടെ 4 പേരെന്തേ പെട്ടിട്ടുള്ളൂ, ബാക്കിയൊക്കെ മറ്റാരൊക്കെയാണ്, ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ഒളിക്കാനില്ല മറയ്ക്കാനില്ല എന്ന്. ഈ ഒളിക്കാനും മറയ്ക്കാനും ഇല്ലാത്തത് കൊണ്ടാണോ ഇവർ 2 ആഴ്ച എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. 2 ആഴ്ച എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, ഇത്ര തിടുക്കപ്പെട്ട് 33 പേരുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ ഓടുന്നത്, അതിൻ്റെ VC രാജിവെക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ. VC രാജിവെക്കുന്നൊരു സാഹചര്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ എത്ര വലിയ പ്രഷർ ഉണ്ടായിട്ടായിരിക്കണം അദ്ദേഹത്തിന് ഇങ്ങനൊരു നടപടി എടുക്കേണ്ടി വന്നത്, ഈ സസ്പെൻഷൻ പിൻവലിക്കുന്ന നടപടി എടുക്കേണ്ടി വന്നത്. അതിൻ്റെ കുറ്റബോധം, അതിൻ്റെ പല പ്രശ്നങ്ങൾ, അത് കാരണം അദ്ദേഹത്തിന് രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ പൊളിറ്റിക്കൽ പ്രഷറിലാണോ ഇത് നടക്കുക? അല്ല, അത്ര ഭീകരമായൊരു പൊളിറ്റിക്കൽ പ്രഷറിലാണ് നടക്കുന്നത്. SFIക്കാർ ഇൻവോൾവ് അല്ല എന്നാണ് ഇവർ പറയുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ആരാണ് ഈ പൊളിറ്റിക്കൽ പ്രഷർ ഇദ്ദേഹത്തിൻ്റെ പുറത്ത്, VCയുടെ ഉൾപ്പെടെ പുറത്ത് ചെലുത്തുന്നതെന്നുള്ള കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ട് പിണറായി വിജയനും ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയും CPMൻ്റെ വക്താക്കളും തയ്യാറായേണ്ടതാണ്. രാസ്ക, താങ്കൾ വരുന്നതിന് മുമ്പ് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ ശ്രീ ജയപ്രകാശ് പറഞ്ഞത്, അതായത് ഈ 1-ാം വർഷ വിദ്യാർത്ഥികൾക്ക് കോളേജ് ഹോസ്റ്റലിൽ പ്രവേശനമില്ല. സിദ്ധാർത്ഥൻ പോലും പഠിച്ചത് 20 കിലോമീറ്റർ അപ്പുറത്ത് കൽപ്പറ്റയിൽ നിന്നുകൊണ്ടാണ്. ദിവസവും വന്നു പോകും. പക്ഷേ ഇന്ന് VC 33 പേരുടെ സസ്പെൻഷൻ പിൻവലിച്ചു. നിയമോപദേശം ഒന്നും തേടിയിട്ടില്ല, ആരെയും അറിയിക്കാതെ ധൃതി പിടിച്ച് അങ്ങനെ ഒരു തീരുമാനം അദ്ദേഹം ഒറ്റയ്ക്കെടുത്തു. അതിനുള്ള വിലയാണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നത്. VC സ്ഥാനം അദ്ദേഹത്തിന് രാജിവെച്ചൊഴിയേണ്ടി വന്നു. അഡ്വക്കേറ്റ് അസ്ക, 1-ാം വർഷ വിദ്യാർത്ഥികൾക്ക് പ്രവേശനമില്ലാതെ എന്തിന് ഇത്രയും വിദ്യാർത്ഥികളെ, 31 വിദ്യാർത്ഥികളെ, ഈ 33 പേരിൽ 2 പേർ സീനിയർ വിദ്യാർത്ഥികളാണ്. അത് തനിക്കറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. VCക്ക് അറിയില്ല, പിന്നെ എന്തിനാണ് അയാൾ ആ പദവിയിൽ ഇരിക്കുന്നത്? ഈ 31 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥികളെ അവിടെ കൊണ്ടുവന്നത് സിദ്ധാർത്ഥനെ ക്രൂരമായി കൊലപ്പെടുത്തുന്നത് കാണിക്കാൻ വേണ്ടിയാണോ? എന്തിനായിരിക്കും അങ്ങനെ ഒരു തീരുമാനമെടുത്തത്? കോളേജ് ഹോസ്റ്റലിനെ സംബന്ധിച്ചിടത്തോളം ചില നിയമാവലികളുണ്ട്. ഇനി പൂക്കോട് വെറ്റിനറി സർവകലാശാല ഹോസ്റ്റലിൽ ഇനി വേറെ പ്രത്യേകതകളുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണ ഒരു നിയമാവലി ഉണ്ടെങ്കിൽ അത് പാലിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഇവിടെ അത് ലംഘിച്ചതായിട്ട് കാണുന്നു. എന്തിന് 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥികളെ, 31 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥികളെ അന്ന് രാത്രി 17-ാം തീയതി രാത്രി ആ ഹോസ്റ്റലിൽ കൊണ്ടുവന്നു? ഞാൻ ഈ VC പറഞ്ഞതിൽ നിന്നാണ് ഞാൻ ഇക്കാര്യം താങ്കളെ അറിയിക്കുന്നത്. VC പറഞ്ഞത് ഒറ്റ രാത്രി മാത്രമേ അവർ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. ആ ഒറ്റ രാത്രി എന്തിനവരെ കൊണ്ടുവന്നു? അഡ്വക്കേറ്റ് ആസ്ക.
ശശികാന്തൻ നമ്പ്യാർ, ഇതില് സിദ്ധാർത്ഥന്റെ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള ഒരാളെ പോലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരരുതെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. കേരളത്തിൽ മനസാക്ഷിയുള്ള മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്നത് സിദ്ധാർത്ഥന്റെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള മുഴുവൻ ആളുകളും കൽത്തുറങ്ങളിൽ അടയ്ക്കപ്പെടണം എന്നു തന്നെയാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. നിങ്ങൾ ഇതിനെ രാഷ്ട്രീയമായി എങ്ങനെ നേട്ടം കൊയ്യാമെന്ന് കഴിഞ്ഞ കുറെ നാളുകളായി ആഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. ആ ആഗ്രഹത്തിന്റെ ഫലപ്രാപ്തി എന്നർത്ഥം അതിൽ നിങ്ങളിങ്ങനെ കൊണ്ടുപിടിച്ച് മാധ്യമ വിചാരണ നടത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ കരുതുന്നത് പോലെ അല്ലാതെ തന്നെ ജൂൺ 9 സിദ്ധാർത്ഥന്റെ പിതാവും കുടുംബാംഗങ്ങളും നൽകിയ അപേക്ഷയിന്മേൽ മുഖ്യമന്ത്രി ഉടനടി എടുക്കുകയും CBI കൊണ്ട് ഈ കേസ് അന്വേഷണം നടത്തണമെന്ന് തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും കർത്തവ്യനിരതമായിട്ടുള്ള പ്രവൃത്തിയായിട്ട് വേണം അതിനെ കരുതാൻ. കാരണം CBIയുടെ അന്വേഷണത്തെ സംബന്ധിച്ച് പലപ്പോഴും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിൽ പോലും ഒരു കുടുംബം ആഗ്രഹിക്കുന്ന തരത്തിൽ തങ്ങളുടെ മകന്റെ വിയോഗത്തെ സംബന്ധിച്ച് അതിന്റെ അന്വേഷണം കൃത്യവും ക്രമവുമായി നടക്കണം എന്നുണ്ടെങ്കിൽ അവരാഗ്രഹിക്കുന്ന അന്വേഷണ ഏജൻസി കൊണ്ട് നടത്തിക്കണം എന്ന് ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് CBI കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കുന്നതിന്റെ തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ളത്. CBI അന്വേഷണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിലൊരു വലിയ കാലതാമസവും അത് അക്ഷന്തവ്യമായിട്ടുള്ള ഒരു അപരാധമാണ് ഈ കാലതാമസം എന്ന് ആഗ്രഹിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഒന്നാമത്തെ തെറ്റ്. ക്രിമിനൽ കേസുകളിൽ വിശിഷ്യ കൊലപാതക കേസുകൾ 2 തരത്തിലുള്ള തെളിവുകളാണ് സ്വാഭാവികമായി കോടതി മുമ്പാകെ ഹാജരാക്കപ്പെടാറുള്ളത്. ഒന്ന് ഡയറക്റ്റ് എവിഡൻസ് അല്ലെങ്കിൽ നേരിട്ടുള്ള തെളിവുകൾ, 2 സാഹചര്യ തെളിവുകൾ എന്ന് പറയും, അല്ലെങ്കിൽ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എന്ന് പറയും. നേരിട്ടുള്ള തെളിവുകൾ എന്ന് പറയുന്നത് ഞാൻ കണ്ട കാഴ്ചയെ സംബന്ധിച്ച്, നടന്ന കൃത്യത്തെ സംബന്ധിച്ച് സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ കോടതി മുമ്പാകെ സാക്ഷികൾ പറയുകയും ആ സാക്ഷികളുടെ മൊഴി വിശ്വസിച്ചുകൊണ്ട് കോടതി ആ തെളിവിന്റെ ഉപോത്ബലത്തിൽ ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യുന്നതാണ് നേരിട്ടുള്ള തെളിവുകളെ സംബന്ധിച്ചുള്ളത്. സാഹചര്യ തെളിവുകൾ എന്ന് പറഞ്ഞാൽ ഒരു കൃത്യത്തെ സംബന്ധിച്ച്, ഒരു കുറ്റകൃത്യം നടന്നാൽ, ഒരു കൊലപാതകം നടന്നാൽ ആ കൊലപാതകത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരു മാലയിലെ മുത്തുമണി പോലെ കോർത്തിണക്കിക്കൊണ്ട് അന്വേഷണ ഏജൻസി കണ്ടെത്തി കോടതിയിൽ സമർപ്പിക്കുന്നതാണ് സാഹചര്യ തെളിവുകൾ. ഇവിടെ എവിടെയും കാലതാമസത്തിന്റെ ഒരു പ്രസക്തിയില്ല. കാരണം ഈ കേസിനെ സംബന്ധിച്ച് സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് പോലീസ് FIR എടുത്തിട്ടുണ്ട്. 174 CRPC പ്രകാരമായിരിക്കും ആ FIR എടുത്തിട്ടുള്ളത് എന്നുള്ളതൊരു സത്യമാണ്. എന്നിരുന്നാലും അതിന്റെ പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സും അതിനുശേഷം വന്നിട്ടുള്ള സാക്ഷിമൊഴികളുടെയും പരാതികളുടെയും അടിസ്ഥാനത്തിൽ അതിലെ കുറ്റകൃത്യത്തെ സംബന്ധിച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിൽ സാക്ഷി നോട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. നിരവധി സാക്ഷികളെ കണ്ട പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട്. ആ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രതികളെ റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതാണ് നിയമത്തിന് മുന്നിൽ ഹാജരാക്കപ്പെട്ടിട്ടുള്ള തെളിവുകൾ. അപ്പോൾ ആ തെളിവുകളെ തുടർന്നാണ് CBIയുടെ അന്വേഷണം. അല്ലാതെ CBIക്ക് നേരിട്ട് FIR എടുത്ത് അന്വേഷണം നടത്തുന്നതിന് നിയമപരമായി നടപ്പില്ല. അതുകൊണ്ടാണ് ഈ FIRന്റെയും അതിനെ തുടർന്ന് വന്നിട്ടുള്ള സാക്ഷി മൊഴികളുടെയും ഉപോത്ബലകമായിട്ടായിരിക്കും CBI അന്വേഷണം നടത്തുക. ഇപ്പോ പോലീസ് എടുത്തിട്ടുള്ള സാക്ഷിമൊഴികൾ CBIയുടെ അന്വേഷണത്തിന്റെ ഭാഗവും ആ കേസുകളുടെ റെക്കോർഡുകളുടെ ഭാഗവുമാണ്. അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് CBIക്ക് അന്വേഷണം നടത്താനാവില്ല. ഒരുപക്ഷെ അവർക്ക് വേറെ ഫൈൻഡിങ്സിലേക്ക് എത്താം. മറ്റു സാക്ഷിമൊഴികളും മറ്റു തെളിവുകളും CBIക്ക് ലഭിക്കുകയാണെങ്കിൽ അവർക്ക് ആരിലേക്കും എത്താം. അതിന്റെ ഏതു വകുപ്പുകളും CBIക്ക് ചാർത്തുന്നുള്ള അധികാരമുണ്ട്. അത്തരത്തിലൊരു കുറ്റപത്രം സമർപ്പിക്കുന്നതിന് CBIക്കാവും. അതാണ് നിയമപരമായിട്ടുള്ള CBIയുടെ അധികാര പരിധി. ഇവിടെ പാവപ്പെട്ട ഒരു രക്ഷിതാവിനെ വിളിച്ചിരുത്തി അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും അദ്ദേഹത്തോട് ഏതോ വലിയ അർത്ഥത്തിൽ അപരാധം സംഭവിച്ചിരിക്കുന്നു, അങ്ങയുടെ മകന് നീതി ലഭിക്കില്ല എന്ന അർത്ഥത്തിൽ ബോധപൂർവമായി അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കേണ്ട. സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ ഏതു വ്യക്തി പങ്കെടുത്തിട്ടുണ്ടെങ്കിലും, ഞാനൊരു പഴയ SFIക്കാരൻ, ഞങ്ങളുടെ കാലത്തെ SFI ഒന്നും ഇങ്ങനെ പെരുമാറിയിട്ടില്ല. അതിൽ ആരെങ്കിലും SFIയുടെ നേതാക്കന്മാരോ പ്രവർത്തകരായിട്ടോ ഉണ്ടെങ്കിൽ അവരാരും SFIക്കാരല്ല. അവരാരും SFIയുടെ സംസ്കാരമോ ചരിത്രമോ അറിയാത്തവരാണെന്നും അവരെ ആരെയും SFIയുടെ സംസ്കാരത്തിനുള്ളിൽ നിർത്താനാവില്ല എന്നും അതിശക്തം ഈ കേസിന്റെ തുടക്ക ദിവസം മുതൽ പറയുന്ന ആളുകളാണ് ഞങ്ങൾക്ക് അതിനൊന്നും മടിയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോനെയല്ലേ ആദ്യം ചവിട്ടി പുറത്താക്കേണ്ടത്? സഖാവ് ആർഷയെ പോലുള്ള സഖാവ് എന്ന് വിളിക്കാൻ പറ്റുമോ അയാളെ?
അല്ല, സഖാവിന് നിങ്ങൾ വിളിക്കാൻ പറ്റുമോ? ആർഷോയെ പോലെ സഖാവ് എന്ന പദത്തിന് ഊർജ്ജസ്വലമായ പദത്തിന് വളരെ ആഴത്തിലുള്ള അർത്ഥതലങ്ങളുണ്ട്. ഈ ഈ ഈ ഒരു ക്രിമിനലിനെയൊക്കെ സഖാവ് എന്ന് വിളിച്ച് ഇങ്ങനെ ആദരിക്കേണ്ട ആവശ്യമുണ്ടോ അഡ്വക്കേറ്റ് അസ്കർ? 42 കേസ്, വധശ്രമം ഉൾപ്പെടെ. ചെറുപ്പക്കാരനെ എന്ത് ചെറുപ്പക്കാരൻ? ചെറുപ്പക്കാരനെ നിങ്ങൾക്ക് ഇങ്ങനെ അപകീർത്തിപ്പെടുത്തേണ്ടി വരും. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും SFIയുടെ സംസ്ഥാന സെക്രട്ടറിയോ സംസ്ഥാന പ്രസിഡന്റോ ഒന്നും നിങ്ങളാരും അംഗീകരിച്ചിട്ടല്ലല്ലോ. കേരളത്തിലെ വിദ്യാർത്ഥി സംഘടന കേരളത്തിലെ ക്യാമ്പസുകളിൽ ഞങ്ങളൊന്നും ആ പ്രസ്ഥാനത്തിന്, അതായത് ഇപ്പോഴുള്ള SFIക്ക് ഒരു അംഗീകാരം കൊടുക്കുന്നില്ല. കുറെ ക്രിമിനലുകളുടെ ഒരു കൂട്ടം ആയിട്ട് SFI അധപ്പതിച്ചിരിക്കുന്നു. മാത്രമല്ല ഒരു ഭീകര സംഘടനയായി മാറിയിരിക്കുന്നു അഡ്വക്കേറ്റ് അസ്കർ. അതുകൊണ്ട് ഞങ്ങളെന്നല്ല ബോധമുള്ള ഒരാൾ പോലും ആ സംഘടനയെ വകവെച്ചു കൊടുക്കില്ല, ഒരു തരത്തിലുള്ള അംഗീകാരവും നൽകുകയില്ല. അങ്ങനെ ഒരു സംഘടനയുടെ സാന്നിധ്യം പോലും ഞങ്ങളെ ഒന്നും അലട്ടുന്നില്ല. നിങ്ങൾ ഒരു തരത്തിൽ അംഗീകരിക്കേണ്ടേ? അംഗീകരിക്കുന്നില്ല. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഉണ്ട്, അതറിയാമോ അനിൽ നമ്പ്യാറിന്? ഏതാ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഉണ്ട്, അതറിയാമോ? എന്താണോ? ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലെ ഏറ്റവും അതിപ്രശസ്തമായിട്ടുള്ള ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. നിങ്ങളുടെ മുഴുവൻ സംഘപരിവാറിന്റെ ശക്തിയും ഉപയോഗിച്ച് SFI തനിച്ചല്ലോ വിജയം കൊയ്തത്. അവിയൽ സഖ്യല്ലേ? നിങ്ങൾക്ക് അവിയൽ ആണോ അല്ലയോ അത് പറ. SFI തനിച്ചാണോ JNUവിൽ വിജയം കൊയ്തതാണോ? ഇടതുപക്ഷ ബോധമുള്ള പുരോഗമന ചിന്താഗതിയുള്ള ചെറുപ്പക്കാർ പഠിക്കുന്ന ക്യാമ്പസാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. അവിടെയാണ് ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള ഗുരുവിന് വേണ്ടി മുദ്രാവാക്യം മുഴക്കിയവരാണല്ലോ ഈ SFIക്കാര് അല്ലേ? നിങ്ങൾക്ക് പറയാമേ ആണല്ലോ. അല്ല, JNU ക്യാമ്പസിൽ നമ്മള് കണ്ടതല്ലേ അത്? നിങ്ങൾ സൗകര്യം പുറം IS എന്നും ഞങ്ങളെ തീവ്രവാദികളെന്നും ഒക്കെ വിളിക്കുന്നേ. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരാണ് തീവ്ര ഇന്ത്യയുടെ മതേതരത്വത്തെ? അല്ല, അത് പോട്ടെ, അതിലേക്ക് ഒരു നിമിഷം അഡ്വക്കേറ്റ് അസ്കർ. നമ്മൾ ആ SFIയുടെ ഈ ചരിത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ SFIയുടെ നിലവിലുള്ള പ്രസക്തിയെക്കുറിച്ചല്ലല്ലോ ഈ ചർച്ച. താങ്കൾ നേരത്തെ പറഞ്ഞു കാലതാമസം ഉണ്ടായതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല എന്ന് പക്ഷേ ഈ കാലതാമസം എടുക്കുന്നത് തെളിവുകൾ നശിപ്പിക്കാനല്ലേ അഡ്വക്കേറ്റ് അസ്കർ? അഭയ കേസിന്റെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതല്ലേ? അതുപോലെ എത്ര കേസുകൾ. അഭയ കേസിന്റെ ഫൈനൽ വിധി എന്താ വന്നത്? ജില്ലാ കോടതിയുടെ വിധി എന്താ? ആ പ്രതികളെ ശിക്ഷിച്ചില്ലേ? എത്ര വർഷം കഴിഞ്ഞിട്ടാണെന്ന്? അതുപോലെ സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും ബന്ധുക്കളും വർഷങ്ങളോളം മകനെ നീതി കിട്ടുന്നത് കാത്തിരിക്കണം എന്നാണോ അഡ്വക്കേറ്റ് അസ്കർ ഉദ്ദേശിക്കുന്നതാണോ? പിന്നെ താങ്കൾ പറഞ്ഞു ഞങ്ങൾ ആ പാവം മനുഷ്യനെ പറഞ്ഞ് പറ്റിക്കുകയാണ്, അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന്. ഞങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിന് നടക്കുന്നതെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, വിവേകമുണ്ട്, ബുദ്ധിയുണ്ട്. അത് ശ്രീ ജയപ്രകാശ് അത് തുറന്നു പറയുകയും ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ അനിൽ നമ്പ്യാരോ അല്ലെങ്കിൽ യുവരാജ് ഗോകുലോ ഇവിടെ ഇരുത്തി ക്ലാസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അഡ്വക്കേറ്റ് അസ്കർ. അങ്ങനെയൊന്നും പറയരുത്. താങ്കളൊരു അഭിഭാഷകനാണ്, അങ്ങനെ പറയരുത് പ്ലീസ്, ദയവ് ചെയ്ത്. അങ്ങനല്ല, നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച്, നിയമപരമായി ഈ കേസിന്റെ കുരുക്കുകളെ സംബന്ധിച്ച് വളരെ കൃത്യമായി ബോധ്യമുള്ള ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ തന്നെയാണ്, ആ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി തന്നെയാണ് ഞാനത് പറയുന്നത്. ഇവിടെ കാലതാമസം CBIയുടെ അന്വേഷണം അല്ലെങ്കിൽ CBIക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കോപ്പി കൊടുക്കുന്നതിൽ കാലതാമസം വന്നു. അതൊക്കെ ഏതോ വലിയ തരത്തിലുള്ള അപരാധമാണ്. അതുകൊണ്ട് ഈ കേസിന് എന്തൊക്കെ ഒന്നും സംഭവിക്കാൻ ആണല്ലോ. ജൂൺ 10 ഒരു നിമിഷം മാർച്ച് 9 ഈ വിജ്ഞാപനം പുറത്തിറക്കുന്നത്, നോട്ടിഫിക്കേഷൻ ജൂൺ 9 മാർച്ച് 9 ജൂൺ ആയിട്ടില്ല. മാർച്ച് 9 നോട്ടിഫിക്കേഷൻ പുറത്ത്. അത് അവിടെ കേന്ദ്രത്തിൽ എത്തുന്നത് ഒരാഴ്ചക്ക് ശേഷമാണ്. എന്തുകൊണ്ട് ഈ ഡിലേ വന്നു? വൈ? ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണോ? ഇതൊരു വലിയൊരു കടമ്പയാണോ ഇത്, ഈ ട്രാൻസ്ലേറ്റ് ചെയ്യാന്നുള്ളത്? ഇപ്പൊ എത്രയായി? 9 കഴിഞ്ഞ് ഇന്നിപ്പോ എത്രയായി? 16 ദിവസം കഴിഞ്ഞു. അൽനബീർ, ഒരു കേസിന്റെ അന്വേഷണം എന്ന് പറയുന്നത് അതിന്റെ കേസ് ഡയറി അടക്കം മുഴുവൻ കാര്യങ്ങളും നോട്ടിഫിക്കേഷൻ വന്നതോടുകൂടി സ്റ്റേറ്റ് പോലീസ് അല്ലെങ്കിൽ അതിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം CBIക്ക് ഹാൻഡ് ഓവർ ചെയ്യപ്പെടണം.
ആ ഹാൻഡ് ഓവർ ചെയ്യപ്പെടുന്നതിനും CBIയുടെ ഹാൻഡ് ഓവറിംഗ് എന്ന് പറയുന്നത് CBIയുടെ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഔദ്യോഗികമായി ഈ രേഖകൾ കൈമാറപ്പെടുന്നത്. ഇതിന്റെ കാലതാമസം മാത്രമേ വന്നിട്ടുള്ളൂ. ഇവിടെ കാലതാമസം എന്ന് പറയുന്നത് ഇപ്പൊ ജൂൺ 9 അന്ന് അർദ്ധരാത്രിയോടുകൂടി ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഈ ഫയലുകൾ മുഴുവൻ CBI ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു CBIക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനാകും? അല്ല, അങ്ങനെയാണെങ്കിൽ ഒറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ അഡ്വക്കേറ്റ് അസ്ക, അങ്ങനെ താങ്കൾ പറയുന്നു കേരള പോലീസിൽ നിന്ന് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നു CBIയിലേക്ക്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ സമയത്ത് 33 വിദ്യാർത്ഥികൾക്കെതിരെയുള്ള സസ്പെൻഷൻ ധൃതി പിടിച്ച് വൈസ് ചാൻസലർ പിൻവലിച്ച എന്തിനാണ്? അതാരെ സംരക്ഷിക്കാനാണ്? അത് വൈസ് ചാൻസലർ മാത്രം ഉത്തരവാദിത്തമാണല്ലോ പറയേണ്ടത്. അദ്ദേഹത്തെ നിയമിച്ചതാരാ? അദ്ദേഹത്തെ നിയമിച്ച ചാൻസലറാണ്. അതെ, ചാൻസലർ എപ്പോഴാണ് നിയമിക്കുന്നത്? അന്നത്തെ വൈസ് ചാൻസലറെ പുറത്താക്കിക്കൊണ്ട് ചാൻസലർ നിയമിക്കുകയാണ് പുതിയ വൈസ് ചാൻസലർ. ആ വൈസ് ചാൻസലറാണ് ഇപ്പോൾ രാജിവെക്കുന്നത്. അതെന്താ മനസ്സിലാക്കാത്ത? അല്ല ശരി തന്നെ. അപ്പൊ ഈ ഡോക്ടർ ശശീന്ദ്രൻ എന്ന് പറയുന്നത് ആ വ്യക്തി ഈ നമ്മുടെ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണറുടെ ഒരു നോമിനി ആയതുകൊണ്ട് ഈ വൈസ് ചാൻസലർ എന്ത് ചെയ്യുന്നു അതിൻ്റെ ഉത്തരവാദിത്തം ഈ ചാൻസലറിൽ നിക്ഷിപ്തമാണെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് താങ്കൾ ആരാണ് എന്നാണ് ഈ വൈസ് ചാൻസലർ നിയമിച്ചത്? അതുകൂടി പരിശോധിക്കുന്നേ. പൂക്കോട്ട് ഈ സംഭവം നടന്ന സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്നിരുന്ന VC ഉത്തരവാദിത്വം നിർവഹിച്ചില്ല എന്നതിന്റെ പേരിൽ VCക്കെതിരെ നടപടിയെടുത്തതിനെ തുടർന്ന് അന്നേ ദിവസം വൈകുന്നേരത്തിന് മുമ്പ് ഉത്തരവ് വരികയും അന്നേ ദിവസം തന്നെ വൈസ് ചാൻസലറായി ചുമതലയേൽക്കുകയായിരുന്നു. ഇപ്പൊ രാജിവെക്കപ്പെട്ട വൈസ് ചാൻസലർ അല്ല, സർക്കാരല്ലല്ലോ ചെയ്തത്. അന്നും ചാൻസലറാണല്ലോ ഇടപെട്ടത്. ചാൻസലർ ഇടപെട്ടപ്പോ ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ ഈ നമ്മുടെ ഈ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയൊക്കെ എങ്ങനെയായിരുന്നു അതിനെ കണ്ടത്? അന്ന് എന്തായിരുന്നു പ്രതീക്ഷിച്ചത്? ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങളെ അറിയിക്കാതെ ചാൻസലർ ചെയ്തു എന്നൊക്കെ ആയിരുന്നല്ലോ. സർക്കാർ ചെയ്യാത്തോണ്ട് ചാൻസലർ ഇടപെട്ടു. ചാൻസലർ അതിനുള്ള അധികാരമുണ്ട്. ആ വൈസ് ചാൻസലർ ആണല്ലോ ഇപ്പൊ 31 വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തിട്ടുള്ളത്. 33 വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തത് RSSന്റെ നോമിനിയായി നിയമിക്കപ്പെട്ട വൈസ് ചാൻസലർ അല്ലേ? എന്നിട്ട് നിങ്ങൾ ഇപ്പൊ മുതലക്കണ്ണീരൊടുക്കുകയാണോ? നിങ്ങൾ ഇപ്പൊ ആരെയാ കുറ്റം പറയുന്ന? CPM നിയമിച്ച വൈസ് ചാൻസലർ ആണോ? അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നിയമിച്ച വൈസ് ചാൻസലർ ആണോ? RSSകാരനായിട്ടുള്ള ഗവർണർ നിയമിച്ചിട്ടുള്ള വൈസ് ചാൻസലർ ഡോക്ടർ ശശീന്ദ്രന് VC ആയി ഇരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഫലമായി ആ സർവകലാശാലയിലെ തന്നെ ഒരു ഉന്നതന്റെ ബന്ധുവിനെ ഈ കേസിൽ നിന്ന് രക്ഷിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് സമ്മർദ്ദം ചെലുത്തി അയാളെ മാത്രം തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇരിക്കട്ടെ, 33 പേരെയും അങ്ങ് തിരിച്ചെടുക്കൂ. അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തത് ഇവിടെ തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ ഇരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാനല്ല. അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് ഞാനോ കേരളത്തിൽ പ്രജ്ഞ അറ്റുപോകാത്ത ആളുകളും മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും ആ ഒരു നിർദ്ദേശം ചാൻസലർ കൊടുക്കില്ല. നിങ്ങൾ പറഞ്ഞു RSS നിയോഗിച്ച ഒരു വൈസ് ചാൻസലർ എന്ന രീതിയിലാണ് അസ്കർ ഇതിനെ കണ്ടത് അല്ലേ? അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ഇപ്പോ അല്ല, ഇത്രയും പേരെ തിരിച്ചെടുത്തതിൻ്റെ ഉത്തരവാദിത്തം പരോക്ഷമായി ഈ സംഘ പരിവാറിനാണ് എന്ന് ദ്യോതിപ്പിക്കും വിധമാണ് അസ്കർ സംസാരിച്ചത്. ആണല്ലോ. പക്ഷേ അങ്ങനെ നട്ടലുള്ള ഒരു ചാൻസലറാണ്, നട്ടലുള്ള ഒരു ഗവർണറാണ് കേരളത്തിൽ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് സിദ്ധാർത്ഥൻ്റെ ഈ ദുരൂഹ മരണത്തിലുള്ള അന്വേഷണം ഇതുവരെ എത്തിയത്. എവിടെ അടിതെറ്റുന്നുവോ അവിടെ ഇടപെടാൻ ഒരു ഗവർണറുണ്ട് കേരളത്തിന്. മുഖ്യമന്ത്രിയല്ല, ഒരു ഗവർണറുണ്ട് കേരളത്തിന്. ആ ഗവർണറിൽ മലയാളികൾ, ഞാൻ പറഞ്ഞല്ലോ, പ്രജ്ഞ അറ്റുപോകാത്ത മലയാളികൾ അഭിമാനിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് അസ്ക.